മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ സ്വർഗത്ത് പ്രവേശിച്ചിട്ട് അവിടുത്തെ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, സ്വർഗ്ഗക്കാരെ എന്ന് വിളിച്ചുകൊണ്ട്, യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹ് അങ്ങനെ അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് മറുപടി കൊടുക്കും, ലബ്ബൈക റബ്ബനാ വസഅദൈക, അല്ലാഹുവേ നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു തമ്പുരാനെ, വൽ ഖൈറു ഫീ യദൈക, നിൻ്റെ കയ്യിലാണ് ഖൈർ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഖൈറായ സ്വർഗം തന്നെ കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് സ്വർഗം തന്നതിന് നന്ദി പ്രകടിപ്പിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹൽ റദീതും, നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വർഗം തന്നപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. ഖാലിഖായ തമ്പുരാൻ അവൻ്റെ ദാസന്മാരോട് ചോദിക്കുന്നത് ഹൽ റദീതും, നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടോ എന്നാണ്. ഈ സമയത്ത് മുഅ്മിനീങ്ങൾ പറയും, മാ ലനാ ലാ നർദ, അല്ലാഹുവേ തൃപ്തിപ്പെടാതിരിക്കാൻ മാത്രം ഞങ്ങൾക്ക് എന്താണ് കുറവ് തന്നിട്ടുള്ളത്? ഞങ്ങൾക്കിനി തരേണ്ടതൊക്കെ തന്നിട്ടില്ല തമ്പുരാനെ. നീ ഞങ്ങളുടെ സംതൃപ്തി എത്രയാണോ ആ കണക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് സന്തോഷം തന്നിട്ടില്ലേ പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്, വഖദ് ആതൈതനാ മാ ലം തുഅതി അഹദം മിൻ ഖൽഖിക, അല്ലാഹുവേ നീ നിൻ്റെ ഒരു സമുദായത്തിനും കൊടുക്കാത്ത തരത്തിൽ, ഒരു സൃഷ്ടികൾക്കും കൊടുക്കാത്ത തരത്തിലുള്ള അനുഗ്രഹമല്ലേ ഞങ്ങൾക്ക് വാരിക്കോരി തന്നുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷം രേഖപ്പെടുത്തുമ്പോൾ അല്ലാഹ് പറയുന്നുണ്ട്, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക്, പിന്നെ ഒരു കാര്യമുണ്ടേ, ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാളും ഖൈറായ ഒന്ന്, നിങ്ങൾക്ക് തന്ന ഈ ആസ്വദിക്കുന്ന സുഖമുള്ള ഈ സ്വർഗത്തേക്കാൾ ഉചിതമായ ഒന്ന് ഞാൻ മുമ്പ് തന്നിരുന്നല്ലോ എന്ന് അല്ലാഹ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പറയും, യാ റബ്ബി വഅയ്യു ഷൈഇൻ അഫ്ദൽ മിൻ ദാലിക്, ഈ സ്വർഗത്തേക്കാൾ, ഈ സ്വർഗത്തിലെ സുഖങ്ങളേക്കാൾ ഏറ്റവും വലിയ ഒരു ഖൈറായ ഒന്ന് ഏതാ നീ തന്നത് തമ്പുരാനെ എന്ന് ആലോചിക്കുമ്പോൾ അല്ലാഹ് അവിടെ പറയുന്നുണ്ട്, വഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു ബഅദഹു അബദ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ തൃപ്തിയെ ഞാൻ തന്നിട്ടുണ്ട്, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എൻ്റെ കോപം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഏറ്റവും വലിയ സ്വർഗത്തേക്കാൾ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് റബ്ബിൻ്റെ തൃപ്തി. റബ്ബിൻ്റെ തൃപ്തിയാണ് സ്വർഗത്തേക്കാൾ ഏറ്റവും അമൂല്യമായ ഒന്ന്. റബ്ബിൻ്റെ കോപമില്ലാതിരിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ഞാൻ മുമ്പേ തന്നിട്ടില്ലേ, അതല്ലേ ഏറ്റവും വലിയ ഖൈർ എന്ന് അല്ലാഹ് മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നുണ്ട്. അതല്ലേ വിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകളൊക്കെ ഹദ്ദാദിൽ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വ നഊദു ബിക മിൻ സുഖ്തിക വന്നാർ, അല്ലാഹുവേ നിന്നോട് നിൻ്റെ തൃപ്തിയെയും ചോദിക്കുന്നു സ്വർഗത്തെയും ചോദിക്കുന്നു. അവിടെ അല്ലാഹുവിൻ്റെ തൃപ്തി നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ, ആ തൃപ്തിയാണ് ഏറ്റവും വലിയ സ്വർഗത്തിൽ വെച്ച് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. നഊദു ബിക മിൻ സുഖ്തിക വന്നാർ, അവിടെ പറയുന്നത് അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്നും മോക്ഷം കിട്ടുവാനും നരകത്തിൽ നിന്ന് കഴിച്ചിലാവാനാണ്. അവിടെ അങ്ങനെയാണ്, അതായത് സ്വർഗത്തേക്കാൾ അല്ലാഹ്